നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വെറും 22 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഇടുങ്ങിയ ഇടനാഴിയായ സിലിഗുരി ഇടനാഴി അഥവാ ചിക്കൻ നെക്ക് ഭാരതത്തിൻ്റെ തന്ത്രപ്രധാനമായ സുരക്ഷാ മേഖലയാണ്. ഈ ഭൂവിഭാഗം ഏതെങ്കിലും ശത്രു രാജ്യങ്ങൾ പിടിച്ചെടുത്താൽ ഇന്ത്യക്ക് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ മുഴുവൻ നഷ്ടമാകും. ഏതാണ്ട് 5 കോടി ജനങ്ങൾ അധിവസിക്കുന്ന 7 സംസ്ഥാനങ്ങളടങ്ങിയ ഭൂവിഭാഗമാകും ഇന്ത്യക്ക് നഷ്ടമാവുക. കാരണം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ മെയിൻലാൻഡുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭൂപ്രദേശമാണ് ഈ ഇടനാഴി. നമ്മുടെ രാജ്യത്തിൻ്റെ ഈ വീക്ക് പോയിൻ്റായ ഈ പ്രദേശത്തിന് നമ്മൾ വലിയ സുരക്ഷാ പ്രാധാന്യമാണ് നൽകി വന്നിരുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്ത് ഈ മേഖല വലിയ സുരക്ഷാ ഭീഷണി നേരിടുന്നു. അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ അട്ടിമറിയിലൂടെ അധികാരത്തിൽ വന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണകൂടം ചിക്കൻ നെക്ക് പിടിച്ചെടുത്ത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തി ഗ്രേറ്റർ ബംഗ്ലാദേശിൻ്റെ ഭാഗമാക്കുമെന്നും ബംഗാളിനെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കുമെന്നും ഭീഷണി മുഴക്കിയിരുന്നു. ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യ വിരുദ്ധ ഭീകരശക്തികളും ഇതേ ഭീഷണി മുഴക്കുന്നത് നമ്മൾ കേട്ടതാണ്. ഇത്തരം നീക്കങ്ങൾക്കെല്ലാം പിന്നിൽ പാകിസ്ഥാനും പാകിസ്ഥാൻ ഭീകര സംഘടനകളും ഉണ്ടായിരുന്നു. അമേരിക്കയുടെ മൗനാനുവാദവും ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന് വേണം കരുതാൻ. ഏറ്റവും അപകടകരമായ മറ്റൊരു കാര്യം, അയൽ രാജ്യത്തെ ഭീകരരുടെ അതേ ശബ്ദമായിരുന്നു നമ്മുടെ ഒരു സംസ്ഥാന സർക്കാരിൻ്റെയും ശബ്ദം. ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന മമതാ ബാനർജി രാജ്യസുരക്ഷയെ അപകടപ്പെടുത്തും വിധമായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും മുളപൊട്ടിയ വിഘടനവാദത്തെ അവർ പ്രോത്സാഹിപ്പിച്ചു. അതിർത്തി കടന്നുള്ള അനധികൃത കുടിയേറ്റം അവർ കണ്ടില്ല എന്ന് നടിച്ചു. സംസ്ഥാനത്തെ അന്താരാഷ്ട്ര അതിർത്തികൾ അടച്ച് സുരക്ഷിതമാക്കാൻ അതിർത്തി രക്ഷാസേന ആവശ്യപ്പെട്ട ഭൂമി നൽകാതെ പിടിച്ചുവച്ചു. സിലിഗുരി മേഖലയിലടക്കം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച പദ്ധതികൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ച് ഇടങ്കോലിട്ടു. എന്നാൽ ബംഗാൾ ജനത ഈ രാജ്യവിരുദ്ധത തിരിച്ചറിയാൻ 15 വർഷം എടുത്തെങ്കിലും അവർ അത് തിരിച്ചറിഞ്ഞു. എങ്കിലും ഇപ്പോൾ മമതാ ബാനർജിയെ അവർ വലിച്ച് താഴെയിടുകയും BJPക്ക് ഭരിക്കാൻ ഒരു അവസരം നൽകുകയും ചെയ്തിരിക്കുന്നു. ബംഗാളിലെ പാവപ്പെട്ട ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാക്കാൻ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിന് കഴിയുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എന്നാൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അവർ മുൻഗണന നൽകുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ സൈന്യത്തിൻ്റെ ദീർഘകാലത്തെ ആവശ്യമായ 600 ഏക്കർ ഭൂമി കൈമാറാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. 45 ദിവസത്തിനകം ഭൂമി കൈമാറാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് രാജ്യസുരക്ഷയെ കരുതി മറ്റൊരു ഭൂമി കൈമാറ്റത്തിനു കൂടി ബംഗാൾ സർക്കാർ തയ്യാറായിരിക്കുന്നത്. തന്ത്രപ്രധാനമായ ചിക്കൻ നെക്കിൽ 120 ഏക്കർ ഭൂമി കൂടി BSFന് കൈമാറാനാണ് തീരുമാനം. മാത്രമല്ല, ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ദേശീയപാത സ്ട്രെച്ചുകൾ കൂടി കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറും. ഈ നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിന് മേഖലയിൽ കൂടുതൽ പിടിമുറുക്കാൻ സഹായിക്കും. സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണമില്ലെങ്കിലും ഭാവിയിൽ കേന്ദ്രത്തിന് സുരക്ഷാ നടപടികൾ സ്വീകരിക്കാൻ സഹായിക്കുന്ന രീതിയിലാണ് മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബംഗാളിലെ ഭരണമാറ്റം രാജ്യരക്ഷയ്ക്ക് മുതൽക്കൂട്ടാവുകയാണ്. നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടുള്ള അതിർത്തി പ്രദേശങ്ങൾ ഇതോടെ കൂടുതൽ സുരക്ഷിതമാക്കാൻ ഭൂമി കൈമാറ്റത്തിലൂടെ BSFന് സാധിക്കും. പ്രധാനപ്പെട്ട ദേശീയപാതകളുടെ 7 സ്ട്രെച്ചുകളാണ് സംസ്ഥാന PWD വകുപ്പിൽ നിന്ന് കേന്ദ്ര ഏജൻസികളായ ദേശീയപാത അതോറിറ്റിക്കും നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിനും നൽകുന്നത്. ഇതിൽ 5 സ്ട്രെച്ചുകളും ചിക്കൻ നെക്കിലൂടെ കടന്നു പോകുന്നതാണ്. പ്രകൃതി ദുരന്തങ്ങൾ കാരണം പലപ്പോഴും ഈ റോഡുകളിൽ യാത്ര തടസ്സപ്പെടുത്തുന്ന സാഹചര്യവുമുണ്ട് ഇവിടെ. ഈ ഭൂമി കൈമാറ്റ പദ്ധതി മമതാ ബാനർജി അധികാരത്തിലിരിക്കുമ്പോൾ വർഷങ്ങളായി ചുവപ്പ് നാടകയിൽ കുടുങ്ങിക്കിടന്ന പദ്ധതികളാണ്. BJP സർക്കാർ വന്നതോടെ ഇത് യാഥാർത്ഥ്യമാകുന്നു. ഈ റോഡുകളെ യുദ്ധകാലാടിസ്ഥാനത്തിൽ വ്യാപാരത്തിനും വിനോദസഞ്ചാരത്തിനും അടിയന്തര സൈനിക നീക്കങ്ങൾക്കും ഉതകുന്ന രീതിയിൽ വികസിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ. വമ്പൻ നിക്ഷേപവും കണ്ണഞ്ചിപ്പിക്കുന്ന വികസനവും ഇനി സിലിഗുരി മേഖലയിലുണ്ടാകും. ശത്രുവിൻ്റെ സാഹസമുണ്ടായാൽ കണ്ണടച്ച് തുറക്കും മുമ്പ് സുരക്ഷാ സേനകൾക്ക് എത്തിച്ചേരാൻ ഇനി തടസ്സമില്ല. സംസ്ഥാനത്ത് രാജ്യവിരുദ്ധ സർക്കാർ ഉണ്ടായാലും രാജ്യസുരക്ഷ ഭദ്രമാക്കുന്ന നടപടികളാണ് ഇനി മേഖലയിൽ അതിവേഗം മുന്നോട്ട് നീങ്ങുന്നത്. വലിയ സുരക്ഷാ പ്രാധാന്യമുള്ള സിലിഗുരി കോറിഡോർ അടക്കമുള്ള ബംഗാൾ സംസ്ഥാനത്തിൻ്റെ ഭാഗം അടർത്തി മാറ്റി കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റാനുള്ള പദ്ധതിയും കേന്ദ്രം തയ്യാറാക്കിയിരുന്നു.
അറ്റകൈ പ്രയോഗമെന്ന രീതിയിൽ കേന്ദ്രത്തിന് കശ്മീർ വിഭജനം നടത്തിയതുപോലെ ബംഗാൾ വിഭജനവും നടത്തേണ്ടി വരുമായിരുന്നു. സംസ്ഥാനത്ത് രാഷ്ട്രീയ മാറ്റം ഉണ്ടായില്ലെങ്കിൽ, മമതാ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നിരുന്നില്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ പ്ലാൻ ബി അതായിരുന്നിരിക്കണം. അന്നത്തെ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് കേന്ദ്ര നിർദ്ദേശപ്രകാരം ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നുവെന്നാണ് റിപ്പോർട്ട്. എന്നാൽ കേന്ദ്ര സർക്കാർ കണക്ക് കൂട്ടിയതുപോലെ സംസ്ഥാനത്ത് BJP സർക്കാർ തന്നെ അധികാരത്തിൽ വന്നു. മമതാ ബാനർജിയുടെ രാജ്യവിരുദ്ധ നിലപാടുകൾ തുറന്നുകാട്ടാൻ BJPക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുടനീളം കഴിഞ്ഞു. മന്ത്രിസഭ വന്നയുടൻ അവർ അതിർത്തികൾ സുരക്ഷിതമാക്കാൻ നടപടിയും തുടങ്ങി. വമ്പൻ വിജയമാണ് BJP ബംഗാളിൽ നേടിയത്. 207 സീറ്റുകളിലാണ് BJP വൻ വിജയം നേടിയത്. ചിട്ടയായ സംഘടനാ പ്രവർത്തനവും ഹൈപവർ പ്രചരണവും വമ്പൻ വിജയം നേടാൻ BJPയെ സഹായിച്ചു. സംസ്ഥാനത്ത് ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയുണ്ടായിരുന്ന മമതയ്ക്കെതിരെ ഭൂരിപക്ഷത്തെ അണിനിരത്താൻ BJPക്കായി. പാസ്സാകില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും വനിതാ സംവരണ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ ബംഗാളിൽ വിജയം കണ്ടു. SIRഉം കേന്ദ്രസേനയുടെ വിന്യാസവും ഭയരഹിതമായി മമതാ വിരുദ്ധ വോട്ടുകൾ പോൾ ചെയ്യപ്പെടാൻ ഇടയാക്കി. ബീഹാറിന് ശേഷം രണ്ടാം ഘട്ടമായി കേരളമടക്കം 12 സംസ്ഥാനങ്ങളിലാണ് SIR നടപ്പാക്കിയതെങ്കിലും ലക്ഷ്യം ബംഗാളായിരുന്നു എന്ന് വ്യക്തം. അനധികൃത കുടിയേറ്റക്കാരായ വിദേശികൾ ഏറെയുണ്ടായിരുന്ന വോട്ടർ പട്ടിക ശുദ്ധീകരിക്കപ്പെട്ടത് പോളിംഗ് ശതമാനം ഉയരാനും ഇടയാക്കി. സംസ്ഥാനത്തുണ്ടായ രാഷ്ട്രീയ മാറ്റം പ്രയോജനപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങളുടെ ഭാഗമാണ് ഇപ്പോഴത്തെ ഭൂമി കൈമാറ്റം. ബംഗ്ലാദേശിൽ ഈ അടുത്ത കാലത്ത് ഭരണമാറ്റം ഉണ്ടായെങ്കിലും അതിർത്തിക്കപ്പുറത്തു നിന്ന് രാജ്യവിരുദ്ധ നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇനിയുമുണ്ട്. ചിക്കൻ നെക്കിലേക്ക് ഇനി ആരും നോക്കാൻ ധൈര്യപ്പെടാത്ത നിലയിലേക്ക് പ്രദേശത്ത് പിടിമുറുക്കാനാകും ഇനി കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമം. രാജ്യസുരക്ഷയ്ക്കായി സുവേന്ദു അധികാരിയും മോദിക്കൊപ്പം തോളോട് തോൾ ചേരുമ്പോൾ രാജ്യത്തിൻ്റെ അഖണ്ഡത ഭദ്രം.